ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു. പുറത്തു കടക്കാതിരിക്കാൻ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. കൂടാതെ കൈയും കാലും പൂട്ടിയിട്ട് ആവശ്യം വരുമ്പോൾ മാത്രം കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും. ഒരു സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ പിടിയിലാവില്ല എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ പോലും. താമരശ്ശേരി ലഹരി മാഫിയയുടെ ക്രൂരതകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് യുവതി. സ്ത്രീകൾ കാറിലുണ്ടെങ്കിൽ മയക്കുമരുന്ന് പരിശോധന ഉണ്ടാവില്ലെന്നാണ് മിക്ക ലഹരി കടത്തുകാരുടെയും ധാരണ. താമരശ്ശേരിയിൽ ലഹരി കേസ് പ്രതി ഷിജാസ് പിടിയിലായതിന് പിന്നാലെയാണ് സ്ത്രീകളെ മറയാക്കി ലഹരി വിൽപ്പന നടക്കുന്നുവെന്ന വിവരം അടിവാരത്തെ 32കാരി വെളിപ്പെടുത്തിയത്. ജീവന് വരെ ഭീഷണിയുണ്ടായിട്ടും ധൈര്യത്തോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഷിജാസ് കെണിയിലാക്കി തടവിൽ പാർപ്പിച്ച് ലഹരി കടത്തിന് ഉപയോഗിച്ച യുവതി. തന്നെ മറയാക്കി ഷിജാസ് ലഹരി വിൽപ്പന നടത്തിയെന്നും യുവതി ആരോപിച്ചു. ജയിലിനുള്ളിലുള്ള ഷിജാസ് പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്നാണ് ഭീഷണിയെന്ന് യുവതി അമ്മയും പറയുന്നുണ്ട്. കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരി കടത്തിന്റെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് താമരശ്ശേരി ഇപ്പോൾ. യുവതിയുടെ അയൽവാസിയും സുഹൃത്തുമായിരുന്നു ഇപ്പോൾ MDMA കേസിൽ ജയിലിൽ കഴിയുന്ന ഷിജാസ്. പോലീസ് പിടിക്കാതിരിക്കാൻ തന്നെയും കൂട്ടിയാണ് ഷിജാസ് ലഹരി വിൽപ്പനയ്ക്ക് പോയിരുന്നത്. എന്നെ തടവിൽ വച്ചു, പുറത്തേക്ക് പോകുമ്പോൾ എന്നെയും ഒപ്പം കൂട്ടുമായിരുന്നു. രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും എനിക്കൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഉമ്മ പോലീസിൽ പരാതിപ്പെട്ടു. 4-5 തവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. 2 വർഷത്തോളം ഞാൻ ആ കെണിയിൽപ്പെട്ടിരുന്നു, യുവതി പറയുന്നു. താമരശ്ശേരി അമ്പായത്തോട് ചുരം 4-ാം വളവ് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കൈമാറ്റം. തന്നെ മുറിയിൽ പൂട്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത്. ആവശ്യം വരുമ്പോൾ കാറിൽ കൊണ്ടുപോയിരുന്നത് ലഹരി കടത്താനാണെന്ന് അപ്പോൾ അറിയില്ലായിരുന്നുവെന്നും യുവതി പറഞ്ഞു. ഭക്ഷണം തരാതെയാണ് മുറിയിൽ പൂട്ടിയിട്ടിരുന്നത്. പുറത്തു പോകാതിരിക്കാൻ വസ്ത്രങ്ങൾ വരെ അവർ മാറ്റിയിരുന്നു. അവർ പുറത്തു പോകുമ്പോൾ എന്നെയും നിർബന്ധിച്ച് വാഹനത്തിൽ കൊണ്ടുപോകുമായിരുന്നു. വാഹനത്തിൽ സ്ത്രീയുണ്ടെങ്കിൽ പിടിയിലാകില്ലെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തി.